blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. അവരുടെ വിഷയങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം നമ്മളെല്ലാവരും ചേർന്ന് അവർക്കായി പ്രാർത്ഥിക്കും. ബാംഗ്ലൂരിൽ നിന്നും ദീക്ഷ, ഇന്ന് അമ്മളുടെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ദീക്ഷ. ആരോഗ്യത്തിന് വേണ്ടി നല്ലൊരു ഭാവി ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കുടുംബത്തെ മുഴുവൻ ദൈവം ആരോഗ്യത്താൽ നിറയ്ക്കാനും സ്വന്തമായ ഒരു വീട് ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എറണാകുളത്തു നിന്നുള്ള ഒരു സഹോദരൻ, നാളെയാണ് തൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അതുപോലെ തനിക്ക് സെക്കൻഡ് ഓഫീസർ എക്സാം പാസ്സാകാൻ വേണ്ടി മെർച്ചൻ്റ് നേവിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ അതിനുള്ള സാമ്പത്തിക വഴികൾ ഒരുങ്ങാൻ, സ്മോക്കിങ്ങിൽ നിന്നും പൂർണ്ണമായ വിടുതൽ ലഭിക്കാൻ വേണ്ടി. അതുപോലെ ഭോപ്പാലിൽ നിന്നും മറ്റൊരു സഹോദരൻ, 4 വർഷമായി കുഞ്ഞുങ്ങളില്ല, നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും എല്ലാ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കാനും വളരെ സമാധാനത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകാനും. അതുപോലെ ഡൽഹിയിൽ നിന്നും ഒരു സഹോദരി, മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി, ഭർത്താവിന് മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കാനും ദൈവിക സമാധാനം ഉണ്ടാകാനും വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 4 പേർക്കുമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് സകല നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കർത്താവെ എടുത്തു പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ദൈവം വിടുതൽ നൽകണമേ, അനുഗ്രഹങ്ങൾ ചൊരിയണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ളവർ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഒരേ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് മറുപടി നൽകിയതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക, ഇന്നത്തെ എക്സാം നന്നായി എഴുതാൻ കർത്താവ് സഹായിക്കും. കർത്താവെ, ഓരോ സ്റ്റുഡൻറ്റിനെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും ചേർന്ന് അവരെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിലുള്ളതായിരുന്നാലും കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്താലും കൃപയാലും നന്നായി എഴുതാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിദ്യാർത്ഥിയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാക്കി മാറ്റണം. സന്തോഷത്തോടെ മടങ്ങി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സോ ബെസ്റ്റ് വിഷസ് സ്റ്റുഡൻസ്, റൈറ്റ് യുവർ എക്സാംസ് വെൽ. പാലക്കാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 27 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലക്കാട്. കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 28 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ബ്രദറിൻ്റെ അരിയിൽ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് അനുഖന്ന എന്നാണ്. ആൻറ്റി പറയുന്നത് ഇതാണ്, തനിക്കിപ്പോൾ 52 വയസ്സുണ്ട്. പക്ഷേ തൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ, അത്രയും ചെറുപ്രായം മുതൽ തനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മയുടെ തോളിൽ കിടക്കുമ്പോൾ, പക്ഷെ തനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് അതുണ്ടോ എന്നുള്ളത്. അതുപോലെ വല്ലാതെ കരയുമായിരുന്നു. ആ സമയത്ത് ഒത്തിരി പ്രശ്നമുണ്ടാകുമായിരുന്നു. പക്ഷേ
52 വയസ്സുള്ള ആൻറ്റി, അതായത് ഏകദേശം 42 വർഷത്തോളം പഴക്കമുള്ള ഒരു രോഗമാണ്. ആൻറ്റി പറഞ്ഞത് ഈ മൈഗ്രെയിൻ വരുമ്പോൾ അത് മാസത്തിൽ 2 പ്രാവശ്യം അതികഠിനമായി വരും. ആ സമയത്ത് ആ വരുന്ന ദിവസം മുഴുവൻ ഛർദിലായിരിക്കും, വൊമിറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ഇങ്ങനെ കുത്തിയുള്ള വേദനയും, തനിക്കിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണെന്ന് പറയാം, അതുപോലെ ഒരു വെപ്രാളം വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ആൻറ്റി പറഞ്ഞത് ഇങ്ങനെ, താൻ ഈ വേദന അതികഠിനമായി വരുമ്പോൾ ക്രോസിൻ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം മൈഗ്രെയിൻ ടാബ്ലറ്റ്സ് വന്നപ്പോൾ അത് കഴിക്കാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും കുറവില്ല, പല പരിപാടികളും നോക്കി എന്നിട്ടും കുറവില്ലായിരുന്നു. ഇതിനിടയിലാണ് തൻ്റെ സഹോദരൻ നാട്ടിൽ നിന്ന് താൻ ക്യാൻസർ ബാധിതനായിട്ട് ആൻറ്റിയുടെ അടുക്കൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. കീമോ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ആൻറ്റി പറഞ്ഞു, എനിക്കിങ്ങനെ മാസത്തിൽ കർത്താവേ ദൈവമേ 2 പ്രാവശ്യം ഇങ്ങനെ മൈഗ്രെയിൻ വരികയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ ബ്ലെസ്സിൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് നീ എന്നെ സൗഖ്യമാക്കണം. ആൻറ്റി പറഞ്ഞത് 2014 ഏത് മാസമാണെന്ന് വ്യക്തമായി ഓർക്കുന്നില്ല. പക്ഷേ താൻ ബ്ലെസ്സിൻ്റെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൻ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, മൈഗ്രെയിൻ അതായത് അതുപോലെയുള്ള ശക്തിയായ തലവേദനയുള്ള വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ ആൻറ്റി ആ സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻറ്റി അത് വിശ്വസിച്ചു. ഞാൻ ചോദിച്ചു, ആ സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവമുണ്ട്? ആൻറ്റി പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല, പക്ഷേ പിന്നീട് തനിക്ക് മാസത്തിൽ 2 പ്രാവശ്യം വരുന്ന തലവേദന വന്നിട്ടില്ല. താൻ ക്രോസിനോ അല്ലെങ്കിൽ മൈഗ്രെയിൻ ടാബ്ലറ്റോ കഴിക്കേണ്ടി വന്നിട്ടില്ല. 9 മാസമായി ഇതുവരെയും തനിക്കൊരു കുഴപ്പവുമില്ല, പൂർണ്ണമായും താൻ സൗഖ്യമായി. നോക്കൂ, 42 വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ, 1 2 അല്ല, പക്ഷെ കഴിഞ്ഞ 9 മാസമായി അത് വന്നിട്ടില്ല. ഒരു സിമ്പിൾ പ്രെയർ, സിമ്പിൾ ഫെയ്ത്ത്, ദാറ്റ്സ് ഓൾ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. Ephesians chapter number 2. ഇനി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ verses 8 and 9. അതിന്റെ 8-9 വചനങ്ങൾ. For it is by grace you have been saved through faith, and this is not from yourselves. It is the gift of God, not by works, so that no one can boast. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. It is by grace that we are saved. അതിന് നിങ്ങളല്ല കാരണം, ദൈവത്തിന്റെ ദാനമത്രേ. For this is not from yourselves, it is a gift of God. അവിടെ എഴുതിയിരിക്കുന്നു, ഈ രക്ഷ എന്നുള്ളത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, അത് ദൈവത്താൽ മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. Not by works. അത് അവിടെ എഴുതിയിട്ടുണ്ട്, അത് പ്രവൃത്തികളാൽ ലഭിച്ചതുമല്ല. So that no one can boast. അതുകൊണ്ട് ആർക്കും അഹങ്കരിപ്പാനും സാധ്യമല്ല. See, in my boyhood days, എന്റെ ശൈശവ കാലഘട്ടത്തിൽ I had a misunderstanding. എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. I thought God will be judging me according to what I do here. ദൈവം ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് ദൈവം എന്നെ ന്യായം വിധിക്കും. If I do good works, He will take me to heaven. നല്ല കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ ദൈവം എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. If I do evil things, God will surely put me in hell. ഞാൻ ഇനി തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, ദോഷത്തരങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം എന്നെ നരകത്തിൽ കൊണ്ടുപോകും. Simple reasonable logic. വളരെ ലളിതമായിട്ടുള്ള ഒരു ലോജിക്കാണ്. That's what all of us we think. നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് ചിന്തിക്കുന്ന കാര്യം അതാണ്. So always we want to be good boys and good girls. അതുകൊണ്ട് എല്ലായ്പ്പോഴും നല്ല ആൺകുട്ടികളും നല്ല പെൺകുട്ടികളൊക്കെ ആയിട്ടിരിക്കാൻ നമ്മൾ so that we can go to heaven. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ സാധിക്കും. Even we teach our children. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കും. Hey guys, if you do this, if you tell lies, you will go to hell. ഓ മക്കളെ, നിങ്ങൾ ഇതുപോലെ ജീവിച്ചാൽ, ഇതുപോലെ നുണ പറഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകുമേ. So behave well. അതുകൊണ്ട് നന്നായിട്ട് ജീവിക്കുക. Pray every day. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. Do good things. നല്ല കാര്യങ്ങൾ ചെയ്യുക. Dear friends. നല്ല കുട്ടികളോട് നല്ല കാര്യങ്ങൾ ചെയ്യുക. Of course we should pray. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. Of course we should do good things. നമ്മൾ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. But our goodness will never take us to heaven. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഈ നല്ല പ്രവൃത്തികൾ ഒരിക്കലും നമ്മെ സ്വർഗ്ഗരാജ്യത്തിൽ കൊണ്ടുപോവുകയില്ല. I know this may be shocking to some of you. എനിക്കറിയാം ഈ കാര്യം ചിലർക്കൊക്കെ ഒരു ഞെട്ടിത്തെരിപ്പിക്കുന്ന ഒരു വാർത്തയായിരിക്കും. Even your bad things will not take you to heaven. ഓർക്കുക, നിങ്ങളുടെ ദോഷങ്ങളും ഒരിക്കലും നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല.
Look here. ദയവായി ശ്രദ്ധിച്ചാലും, If you want to go to heaven, നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ only one person can take you there. ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കൂ. And that person came to earth from heaven. ആ വ്യക്തി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ്. If he traveled from heaven to earth, he knows the way back to heaven. ഓർക്കുക, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുള്ള വഴി അവൻ അറിയാമെങ്കിൽ അവന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിക്കാതെ നിങ്ങളെ കൊണ്ടുപോകാനും അറിയാം. That's why Jesus says, I am the way. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വഴിയാകുന്നു. John chapter 14 verse number 6, I am the way. യോഹന്നാന്റെ സുവിശേഷം 14:6, ഞാൻ വഴിയത്രേ. If you want to go to heaven, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ your charitable works, your philanthropic works, your good works will never take you to heaven. നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ സംഘ പ്രവർത്തനങ്ങളും ഒരിക്കലും തന്നെ നിങ്ങളെ ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല. But instead, എന്നാൽ പകരം Jesus can take you there. യേശു കർത്താവിന് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Salvation is a gift. It is free. ഓർക്കുക, രക്ഷ അത് ദാനമാണ്, അത് സൗജന്യമാണ്. If there is a murderer, ഒരു കുല നടന്നു, if there is a robber, ഒരു കുലപാതകനുണ്ട്, if there is a criminal, ഒരു കള്ളനും ഒരു കുറ്റവാളിയും ഉണ്ടെന്ന് കരുതുക. can you imagine, can he ever go to heaven? അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? Jesus says yes. യേശു കർത്താവ് പറയാണ് പറ്റും. Prostitutes, adulterers, robbers, murderers, people who are doing all evil things in this world, they can also go to heaven. ഓർക്കുക, വ്യഭിചാരികൾ, അതുപോലെ തന്നെ പരസംഗം ചെയ്യുന്നവർ, കൂട്ടത്തിൽ പാപികളായിട്ടുള്ള കൊലപാതകർ, കള്ളന്മാർ, ഏത് കൂട്ടർക്കും യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. Luke chapter 19 verse number 10. ലൂക്കോസിന്റെ സുവിശേഷം 19:10. Jesus says, I have come to this world in search of sinners. യേശു കർത്താവ് അവിടെ വന്നിരിക്കുന്നു, ഞാൻ കാണാതെ പോയ പാപികളെ അന്വേഷിച്ചത്രേ ഈ ഭൂമിയിൽ And I have വന്നിരിക്കുന്നു. come to give them my life. എന്നിട്ട് അവിടെ എഴുതി, ഞാൻ എൻ്റെ ജീവൻ നൽകുവാനത്രേ വന്നിരിക്കുന്നത്. I have a great big news to you today. ഇന്ന് ഇവിടെ ഈ കല്യാൺ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നവരോട് എനിക്കും ഒരു നല്ല വാർത്ത പറയാനുണ്ട്. Look here. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, If I start from that side, ഞാൻ ആ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ, if I take each and every brother and sister, ഇവിടെ നിന്നുള്ള ഓരോ സഹോദരന്മാരുമായിട്ട് വന്നാൽ, and I am going to take each one here, ഇവിടെയുള്ള ഓരോ വ്യക്തികളെ ഞാൻ മുന്നോട്ട് വിളിച്ച് എടുത്തു കഴിഞ്ഞാൽ, and I am going to calculate the amount of sins that they have done in their lives. എനിക്ക് അവരുടെ ജീവിതത്തിലുള്ള അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ മുഴുവൻ കണക്കുകൾ എനിക്ക് കൂട്ടിയെടുക്കാൻ സാധിച്ചാൽ, Each one, ഓരോ വ്യക്തിയും, if I calculate the sins, അവരുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ എണ്ണം ഞാൻ കൂട്ടിയാൽ, some might have done big sins, ചില ആളുകൾ ഇതിനകത്ത് വലിയ പാപം ചെയ്തിട്ടുണ്ടാകും. some small sins, ചിലരൊക്കെ കൊച്ചു പാപം, medium sins, മീഡിയം പാപം, different kinds of sins. പല തരത്തിലുള്ള The പാപങ്ങൾ. amount of sins that they have done may vary. ഓരോ ആളുകളിലുമുള്ള പാപത്തിന്റെ അളവ് വളരെയധികം വ്യത്യസ്തതയുണ്ടായിരിക്കും. But God calls all of them, all of us, sinners. എന്നാൽ നോക്കുക, മുഴുപാപിയാണെങ്കിലും താരതമ്യേന പാപിയാണെങ്കിലും ചെറിയ പാപിയാണെങ്കിലും ദൈവം പാപം ചെയ്തിട്ടുള്ള എല്ലാവരെയും കൂടെ വിളിക്കുന്ന പാപി എന്നാണ്. The Bible says all have sinned and have come short of the glory of God. കാരണം ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. Nobody can stand before God and say, I have not done any sin in my life. ഒരിക്കലും ഒരു വ്യക്തിക്കും ദൈവം മുൻപാകെ നിന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സാധ്യമേ അല്ല. That means all of us are destined for eternal damnation in hell. അതിന്റെ അർത്ഥം ഇതാണ്, നാം എല്ലാവരും തന്നെ നിത്യമായിട്ടുള്ള ഒരു ന്യായവിധിക്ക് അല്ലെങ്കിൽ നിത്യമായ ഒരു മരണത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ. That's why the Bible says the wages of sin is death. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന പാപികളെ പാപത്തിന്റെ ശമ്പളം മരണമാണ്. But thank God, He is giving us eternal life
as a gift. എന്നാൽ പൗലോസ് അതിന്റെ തൊട്ടു പുറകെ പറയുകയാണ്, എന്നാൽ അവൻ നമുക്ക് നൽകിയ കൃപാദാനമായിട്ടുള്ള നിത്യജീവൻ ഓർത്ത് നമുക്കവന് നന്ദി പറയാം. ഈ വർഷത്തെ ബ്ലെസ്സിംഗ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിലേക്ക് എല്ലാ കൗമാരപ്രായക്കാരെയും അതുപോലെ യുവജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള ടീൻസിലുള്ള യൂത്ത്സിലുള്ള നിങ്ങളുടെ മക്കളെ തീർച്ചയായും ഈ കോൺഫറൻസിലേക്ക് വിടണം. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുവജനങ്ങൾക്ക് വേണ്ടിയും ടീൻസിലുള്ളവർക്ക് വേണ്ടിയും കൊടുക്കുവാൻ ശക്തിയേറിയ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 16 വയസ്സുള്ളപ്പോൾ കൗമാരപ്രായത്തിലിരിക്കുമ്പോഴാണ് യേശുവുമായുള്ളൊരു എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഓരോ അതുപോലെ ആ പ്രായത്തിലുള്ള കുട്ടികളെയും യേശു തൊടും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകും, അവരുടെ പഠനത്തിൽ, ഭാവിയിലേക്കുള്ളവരുടെ കരിയർ, അതുപോലെ അവർ തിരഞ്ഞെടുക്കേണ്ട പാത, അതിനെല്ലാം ഗൈഡൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ചില ക്ലാസ്സുകളും ചില ഗൈഡ് ലൈൻസും എല്ലാം ഈ കോൺഫറൻസിൽ നൽകുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തന്നെ പല സെഷനുകൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുക. അതുപോലെ ടീൻസിലും യൂത്ത്സിലുമുള്ള എല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. I believe Jesus will touch you personally and He will change your life and He is going to give you a very, very good future. Everybody lift your hands and shout. Gift. എല്ലാവരും കൈകൾ ഉയർത്തിയിട്ട് ഉറക്കെ പറഞ്ഞാൽ ദാനം. കുറച്ചുകൂടി ഉറക്കെ പറയാം, ദാനം. ദാനം. ഹല്ലേലൂയ. പറഞ്ഞ രക്ഷ ദൈവത്തിൽ നിന്നുള്ള ദാനമാണ്, സമ്മാനമാണ്, സൗജന്യമാണ്. എനിക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, കാശ് മുടക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ വിശ്വാസത്താൽ, ഉറക്കെ പറഞ്ഞു, ചുമ്മാ വിശ്വാസത്താൽ സ്വീകരിച്ച് യേശുവിന്റെ പിന്നാലെ ജീവിച്ചാൽ മാത്രം മതി. കൈകൾ വീശി ഹല്ലേലൂയ പറയാം. I know this is very simple. എനിക്കറിയാം ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. But this is very, very significant. എന്നാൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. If you ever miss it, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയാൽ it is lost forever. ഇത് എന്നേക്കുമുള്ള ഒരു വലിയ നഷ്ടമായിരിക്കും. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Hallelujah. Hallelujah. So let us make our priorities right. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. Suppose someone is offering a car as a gift to you. ഇനിയിപ്പോ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി വന്നിട്ട് നിങ്ങൾക്ക് ഒരു കാർ സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞാൽ, if you refuse it, നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞാൽ you lost a car. That's all. നിങ്ങൾക്ക് ഒരു കാർ അങ്ങ് നഷ്ടമായി പോകും. ശരിയല്ലേ? That's all. അത്രേ ഉള്ളൂ. But if you refuse this gift of eternal life, it is a great loss for you. എന്നാൽ നിങ്ങളുടെ മുൻപിൽ ദൈവം തമ്പുരാൻ വച്ചു നീട്ടുന്ന ഈ നിത്യജീവൻ ഈ ഭൂമിയിൽ വെച്ച് തള്ളിക്കളഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. Hallelujah. Hallelujah. Nothing can substitute that. ഇതിന് പകരമായിട്ട് ഒന്നും എടുത്തു വെക്കാൻ സാധ്യമല്ല. And God has made it maximum simple. കാരണം ദൈവം സകലതും ഏറ്റവും ലളിതമാക്കി തീർത്തിരിക്കുകയാണ്. If I announce here, ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്, if you want to receive eternal life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ വേണമെന്നുണ്ടെങ്കിൽ you have to pay 5,000 rupees at the counter. കൗണ്ടറിൽ പോയിട്ട് 5,000 രൂപ നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ അനൗൺസ് ചെയ്താൽ, and keep the receipt with you. എന്നിട്ട് നിങ്ങളുടെ റെസിപ്റ്റ്, നിങ്ങൾ കിട്ടുന്ന റെസിപ്റ്റ് സൂക്ഷിക്കണേ. When you die, നിങ്ങൾ മരിക്കുമ്പോൾ you have to put it in the coffin. നിങ്ങളുടെ ആ ശവപ്പെട്ടിക്കകത്ത് ഈ റെസിപ്റ്റ് വിട്ടുവെക്കണം. Then only you will get eternal life. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ, do you know that there are people who cannot afford that? നിങ്ങൾക്കറിയാമോ ഈ 5,000 രൂപ കൊടുത്തിട്ട് ഈ നിത്യജീവൻ എടുക്കാൻ പറ്റാത്ത ഒത്തിരി ആളുകൾ ഈ ഭൂമിയിലുണ്ട്. They will go to hell. അവര് നരകത്തിൽ പോകും. All the rich people will go to heaven. ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ധനവാന്മാർ മാത്രമായി തീരും. God did not do that. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. You may be a billionaire, millionaire, trillionaire, that doesn't matter.
നിങ്ങൾ ഒരു കോടിപതിയോ ലക്ഷാധിപതിയോ അത് ദൈവത്തിനൊരു പ്രശ്നമേ അല്ല. You may be a pauper. നിങ്ങൾ ഒരുപക്ഷേ ഒരു പാപ്പരായിരിക്കാം. No problem. അതും പ്രശ്നമല്ല. Salvation is free. കാരണം രക്ഷ സൗജന്യമാണ്. Son of God will give it as a free gift. സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ അത് നമുക്ക് പൂർണ്ണമായി സൗജന്യമായി നൽകി. But if you ever reject it, പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തള്ളിക്കളഞ്ഞാൽ you will be lost forever. നിങ്ങൾക്കത് എന്നും എന്നേക്കുമുള്ള ഒരു കനത്ത നഷ്ടമായിരിക്കും. Let us stand on our feet. എല്ലാ പ്രിയപ്പെട്ട മതസ്ഥ സ്ഥലങ്ങൾ എഴുന്നേറ്റ് നിന്നാലും Let us take a huge big decision today. ഇന്ന് രാവിലെ ഒരു വലിയ തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് I will ഏറ്റെടുക്കാം. embrace this salvation. ഞാൻ ഈ രക്ഷ എനിക്ക് ദൈവം നൽകി ദാനത്തെ ഞാൻ എല്ലായ്പ്പോഴും കെട്ടിപ്പുണരും. I will never lose it. ഞാൻ ഒരിക്കലും ഇത് വിട്ടുകൊടുക്കുകയില്ല. Whatever I lose it on earth. ഈ ഭൂമിയിൽ എനിക്ക് എന്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് I പറഞ്ഞാലും, may lose cars or houses. എന്റെ വീടോ എന്റെ കാറോ എനിക്ക് I നഷ്ടപ്പെട്ടാലും may lose ശരി, relationships. എന്റെ ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടാലും ശരി, I may lose wealth. എന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് But I നഷ്ടപ്പെട്ടാലും will ശരി, never lose eternal life. എന്നാലും ഒരിക്കലും എന്റെ യേശു കർത്താവ് നൽകിയ ഈ നിത്യജീവൻ ഞാൻ വിട്ടുകളയില്ല. How many of you want to take that എത്ര പേർ ആ decision? തീരുമാനമെടുക്കും? അവരുടെ രണ്ട് കൈകളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാലും Shout Jesus. എന്നിട്ട് ഉറക്കെ വിളിച്ചാൽ യേശുവേ, Jesus. ഉറക്കെ വിളിച്ചാൽ യേശുവേ, I receive the gift of salvation. അങ്ങയുടെ രക്ഷയുടെ ദാനത്തെ ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. I receive the gift of eternal life. അങ്ങയുടെ നിത്യജീവൻ എന്ന ദാനത്തെ ഞാൻ സ്വീകരിക്കുന്നു. Not by my works. എന്റെ പ്രവൃത്തികളാലല്ല, Not because of my goodness. എന്റെ നന്മകളാലുമല്ല, But because of your grace. പകരം നിന്റെ കൃപയാൽ നീ എനിക്ക് നൽകിയ സമ്മാനം. I receive the gift. ഞാൻ ഈ സമ്മാനത്തെ സ്വീകരിക്കുന്നു. Jesus is my Lord. യേശു എന്റെ ദൈവമാണ്. Jesus is my Savior. യേശു എന്റെ രക്ഷകനാണ്. Jesus is my God. യേശു എന്റെ ദൈവമാണ്. I receive Him, Lord. ഞാൻ ഇപ്പോൾ അവനെ സ്വീകരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Clap your hands and shout to the കൈകൾ Lord. രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ ഉറക്കെ ആരാധിക്കാമോ? ഹല്ലേലൂയ പറയാമോ? ആദ്യമേ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സിൽ കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്തതാണ്. TB രോഗം ബാധിച്ച ആളുകൾക്ക് വേണ്ടി, ക്ഷയരോഗം ബാധിച്ചവർക്ക് വേണ്ടി ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തിരുന്നത് പോലെ അങ്ങനെയുള്ളവർ റെഡിയായി നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാനല്ല സൗഖ്യമാക്കുന്നത്, യേശുവാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ പുറത്ത് 40-1 39 പ്രാവശ്യം ചാട്ടവാറുകൾ കൊണ്ട് ഏറ്റ അടികൾ നിമിത്തം ഇപ്പോൾ ഈ TB രോഗം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ എല്ലാ അണുക്കളും പൂർണ്ണമായും പുറത്തു പോകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവരെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾസ് ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. മറ്റുള്ള രോഗങ്ങൾക്ക് വേണ്ടിയും പ്രയാസങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവ് യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതലുകൾ എല്ലാവർക്കും നൽകണമേ. പ്രത്യേകിച്ച് സൈനസ് പ്രോബ്ലമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി, അതുപോലെ മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ.
ലങ് ക്യാൻസർ സൗഖ്യമാകട്ടെ, ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ രീതിയിലുള്ള രോഗങ്ങളും ഇപ്പോൾ തന്നെ സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ആ വിടുതൽ കർത്താവെ നീ നൽകുന്നതിനായി നന്ദി. കോളൻ ക്യാൻസർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്രെയിനിലുള്ള തകരാറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർക്കൊരു വലിയ വിടുതൽ അങ്ങ് കൊടുത്ത് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതുകൂടെ സൗഖ്യമായി അവർക്ക് പൈതങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. ജോലിയിലോ കുടുംബജീവിതത്തിലോ സാമ്പത്തികത്തിലോ യാത്രകളിലോ എവിടെയൊക്കെ തകരാറുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരുണ്ട് അവിടെ എല്ലാം കർത്താവ് നിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് നന്ദി പറയുന്നു. നാളത്തെ കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ഓരോ പ്രോഗ്രാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.